ടൈറ്റാനിക് കപ്പലിലുണ്ടായിരുന്ന ഏറ്റവും ധനികനായ യാത്രക്കാരന്റെ ഒരു സ്വർണ പോക്കറ്റ് വാച്ച് 1.2 മില്യൺ പൗണ്ടിന് വിറ്റു. ടൈറ്റാനിക് മെമ്മോറാബിലിയ വിൽപ്പനയിലായിരുന്നു ഇത്. 1912 47 വയസ്സിൽ ടൈറ്റാനിക് കപ്പലിനൊപ്പം മരണമടഞ്ഞ വ്യവസായി ജോൺ ജേക്കബ് ആംസ്റ്ററിന്റേതായിരുന്നു ഈ വാച്ച്. ടൈറ്റാനിക് മുങ്ങുന്ന സമയത്ത് വായിച്ചിരുന്ന വയലിൻ 1.1 മില്യൺ പൗണ്ടിനാണ് ഇതേ കമ്പനി 2013 നടന്ന ലേലത്തിൽ വിറ്റിരുന്നത്. ജോൺ ജേക്കബ് ആംസ്റ്റർ എന്ന ഈ വ്യവസായി കപ്പൽ മുങ്ങുന്ന സമയം പുകവലിച്ചിരുന്നതായി പറയുന്നു. മാത്രമല്ല, ഇദ്ദേഹം ലൈഫ് ബോട്ടിൽ കയറിയതുമില്ല. ദുരന്തം നടന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം അയാളുടെ മൃതദേഹം കടലിൽ നിന്ന് കണ്ടെടുത്തപ്പോൾ കൂടെ ഈ ഫാൻസി ഗോൾഡ് പോക്കറ്റ് വാച്ചും ഉണ്ടായിരുന്നു. ഇയാൾ അന്ന് ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും ധനികനായ യാത്രക്കാരനായി അറിയപ്പെടുന്നു എന്നാണ് വാച്ചിന്റെ ലേലക്കാരനായ ആൻഡ്രൂ ആൻഡ്രിഡ്ജ് പറഞ്ഞത്. മാത്രമല്ല, അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും ധനികരായ ആളുകളിൽ ഒരാളായി കൂടെ വാച്ചിന്റെ ഉടമസ്ഥൻ കണക്കാക്കപ്പെട്ടിരുന്നു. ഏകദേശം $87 മില്യൺ ആസ്തി അദ്ദേഹത്തിന് അന്നുണ്ടായിരുന്നു. 1912 ഏപ്രിൽ 14 രാത്രി 11:40 ടൈറ്റാനിക് ഒരു മഞ്ഞുമലയിൽ ഇടിച്ചതിനെ തുടർന്ന് കപ്പലിനുള്ളിലേക്ക് വെള്ളം കയറാൻ തുടങ്ങിയത്. എന്നാൽ ആദ്യഘട്ടത്തിൽ കപ്പൽ ഗുരുതരമായ അപകടത്തിലാണെന്ന് ആളുകൾ മനസ്സിലാക്കിയിരുന്നില്ല. പിന്നീടായിരുന്നു ലോകത്തെ നടുക്കിയ ആ വൻ ദുരന്തത്തിന്റെ തീവ്രത യാത്രക്കാർ തിരിച്ചറിഞ്ഞത്. ഈ സമയം ഗോൾഡ് പോക്കറ്റ് വാച്ചിന്റെ ഉടമസ്ഥൻ ജോൺ ജേക്കബ് ആംസ്റ്റർ തന്റെ ഭാര്യയെ ലൈഫ് ബോട്ടിൽ കയറ്റിവിട്ടു. ഇദ്ദേഹത്തിന്റെ ഭാര്യ അന്ന് ആ ദുരന്തത്തെ അങ്ങനെ അതിജീവിക്കുകയും ചെയ്തു. ഏപ്രിൽ 22 ടൈറ്റാനിക് മുങ്ങിയതിന് സമീപത്ത് നിന്നാണ് ജോൺ ജേക്കബ് ആംസ്റ്ററിന്റെ മൃതദേഹം കണ്ടെത്തിയത്. അങ്ങനെ ആംസ്റ്ററിന്റെ പക്കൽ നിന്ന് ലഭിച്ച വാച്ച് അദ്ദേഹത്തിന്റെ മകൻ വിൻസെന്റ് ആംസ്റ്റർ തന്റെ പിതാവിന്റെ സെക്രട്ടറിയുടെ മകന് കൈമാറുകയായിരുന്നു.